ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ഇങ്ങനെ ഒരു വേദിയിലൂടെ വചനം പങ്കിടുവാൻ ദൈവം അവസരം നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോയമ്പുമായി ബന്ധപ്പെട്ട് വളരെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയവും നോയമ്പും അതിനോട് ചേർന്നുള്ള കുരിശിനോട് ചേർന്നുള്ള കൃപയുടെ ആവിഷ്കാരവുമാണ്. നോയമ്പിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കുവാനുള്ള പുതുക്കത്തിന്റെ അനുഭവം, 40 ദിവസം കൊണ്ട് 365 ദിവസം ജീവിക്കുവാനുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആർജവങ്ങൾ തേടിയെടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അതിന് കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രത്യേക വിഷയം കുരിശ് കൃപയുടെ ആവിഷ്കാരം എന്നുള്ളതാണ്. കുരിശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് വീണ്ടെടുപ്പിന്റെയും സ്നേഹത്തിന്റെയും സൗഖ്യത്തിന്റെയും അതിനൊക്കെ അപ്പുറമായി കുരിശിലൂടെ നമുക്ക് ജീവൻ നൽകിയ ജീവന്റെ സന്ദേശവുമാണ് അതിലൂടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം കൃപയുടെ ആവിഷ്കാരം എന്നുള്ളതാണ്. കൃപ എപ്പോഴും അർഹതയില്ലാതെ ലഭിക്കുന്നതിന് കൃപയെന്ന് വേണേൽ പറയാം. അതുകൊണ്ട് അർഹതയില്ലാതെ ലഭിക്കുന്നതെല്ലാം നമുക്ക് ദൈവത്തിന്റെ കൃപയായി കരുതിക്കൊണ്ട് ഈ വിഷയം ഇന്നത്തെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യം മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ ഒരുമിച്ച് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ വേദനാജനകമായ അനുഭവമാണ്, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ കുരിശിലേക്ക് ഈ നോയമ്പിന്റെ കാലഘട്ടം നാം ധ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് യേശുക്രിസ്തു കുരിശിലേക്ക് അടുക്കുന്ന സമയങ്ങളിൽ ഒരുപക്ഷെങ്കില് കുരിശിന്റെയും മരണത്തിന്റെ അനുഭവത്തെ ആഘോഷമാക്കി മാറ്റുന്ന അവസരങ്ങളാണ് കാണുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൽ വായിക്കുമ്പോൾ അവിടെ ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടനെ സൗഖ്യമാക്കുന്നതായിട്ടാണ് കാണുന്നത്. മരണവേദനയിലും കഷ്ടതയിലും ആവശ്യത്തിലിരിക്കുന്നവർക്ക് കരുണ കാണിക്കുന്ന യേശുവിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. വേദനയുടെ അനുഭവത്തിന് നന്മ ചെയ്യണമെന്ന ആഗ്രഹം യേശുവിന് എപ്പോഴും ഉണ്ടായിരുന്നു. അത് നിവർത്തിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. കാഴ്ചയില്ലാഞ്ഞിട്ടും യേശുവിന്റെ കാഴ്ചപ്പാടിനെ താല്പര്യപൂർവ്വം അറിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്ത ബർത്തിമായിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ വേതനം അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇവിടെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റൊരുവന് നന്മ ചെയ്യാൻ വേണ്ടിയാണ്, മറ്റൊരുവന് വേണ്ടി നൊമ്പരപ്പെടുവാൻ വേണ്ടിയാണ്. സ്നേഹമെന്നാൽ ആർക്കു വേണ്ടിയോ നൊമ്പരപ്പെടുവാനുള്ള സന്നദ്ധതയാണ്. യേശു സ്വന്തം വേദന മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിന്റെ വേദന അകറ്റുവാൻ സ്വയം ജീവിതം വിട്ടുകൊടുക്കുന്ന അവസരമായിട്ടാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യന്റെ വേദന തിരിച്ചറിയുന്ന ഒരു യേശുവിനെ നമുക്കിവിടെ കാണാൻ കഴിയും. സമൂഹത്തിന്റെ അഴുക്കുചാലുകൾ ഭിക്ഷയാചിക്കുന്നവനാണ് ഈ മനുഷ്യൻ. അവഗണിക്കപ്പെട്ടവനാണ്, അവകാശങ്ങളില്ലാത്തവനാണ്, പ്രതികരണശേഷി നഷ്ടപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തോടാണ് ഇവിടെ യേശു ഇടപെടുന്നതായിട്ട് കാണുന്നത്. പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഏറ്റവും നിലവിളിച്ചു യേശു നിൽക്കാൻ പറയുകയാണ്. യേശു നിന്നു എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്ന യേശുവിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതികരണശേഷിയില്ലാത്ത, ഒരുപക്ഷെങ്കില് അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ നിലവിളിക്ക് മുൻപിൽ യേശു നിൽക്കപ്പെടുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രൂശിന്റെ അനുഭവവും ക്രൂശിന്റെ വേദനകളും ഒക്കെ മാറ്റിവെച്ചിട്ട് നിലവിളിക്കുന്നവന്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട്
അതിനോട് പ്രതികരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അനുഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതികരണശേഷി ഇല്ലാത്തവനോട് യേശു പ്രതികരിക്കുമ്പോൾ ജനത്തിന്റെ മനോഭാവം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിസ്സഹായനായ ഒരു മനുഷ്യനെ ധൈര്യപ്പെടുത്തുകയും എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന ശിഷ്യന്മാരെയും നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ എവിടെല്ലാം മനുഷ്യന്റെ പ്രതികൂലങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അവിടെ പ്രതികരിക്കാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും സൗഖ്യമാക്കുവാനുമാണ് ദൈവം മനുഷ്യനെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നുള്ള വലിയ വെല്ലുവിളികൾ ഈ സന്ദേശത്തിലൂടെ നമുക്ക് നൽകുകയാണ്. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു. ഒരുപക്ഷെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, ഭിക്ഷയാചിക്കുന്ന മനുഷ്യനാണ്. അവന് സൗഖ്യദായ ശുശ്രൂഷയേക്കാൾ ആവശ്യം പണമാണ്. പക്ഷെങ്കിൽ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ചയാണ് വേണ്ടത്. ഒരുപക്ഷെങ്കിൽ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ സൗഖ്യദായ ശുശ്രൂഷ ലാഭം നോക്കി ചെയ്യാറുണ്ട്. ഈ അന്ധൻ കോടി രൂപയേക്കാൾ വിലയുള്ളതാണ് സൗഖ്യമെന്ന് തിരിച്ചറിഞ്ഞ ഒരു അന്ധനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എനിക്ക് കാഴ്ച കിട്ടണം, ശരിയായ ക്രിസ്തുവിനെ കാണാനുള്ള കാഴ്ച എനിക്ക് വേണം. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ വിലയേറിയ കാഴ്ചയിലൂടെയാണ് നമ്മൾ മനുഷ്യനെ കാണുന്നത്, ദൈവത്തെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കാഴ്ചയുടെ വിലയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു അവസരം കൂടിയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കാഴ്ച എത്ര വിലയുള്ളതാണ്, കോടി രൂപയേക്കാൾ അല്ലെങ്കിൽ സമ്പത്തിനേക്കാളൊക്കെ വിലയുള്ളതാണ് നമ്മുടെ കാഴ്ച പോലും. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മുഴുവനും ദൈവം നമുക്ക് നൽകിയ കൃപയുടെ ഏറ്റവും വലിയ ദാനങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓരോ സൗഖ്യദായ ശുശ്രൂഷയിലൂടെയും നമ്മൾ അനുഭവിച്ചറിയുന്നത് ഓരോ അവയവത്തിന്റെയും ഓരോ സൗഖ്യത്തിന്റെയും വിലയാണ്. അതുകൊണ്ട് വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത പലതും ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ, കൃപയിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയും യേശു വളരെ പ്രാധാന്യമേറിയ ഒരു സൗഖ്യ ശുശ്രൂഷയിലൂടെ നമുക്ക് ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ അത്യാഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നതിനേക്കാൾ നമ്മുടെ അത്യാവശ്യങ്ങളും അത്യാർത്ഥികളും പറയുമ്പോഴാണ് യേശു പലപ്പോഴും അതിനോട് പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ ആർദ്രത ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. ഒരു മനുഷ്യനെ സൗഖ്യമാക്കി, അവന് വീണ്ടും കാഴ്ച നൽകി, അവനെ പുതിയ വിശ്വാസത്തിലേക്കും പുതിയ മനുഷ്യത്വത്തിലേക്കും മാറ്റുന്നതായിട്ട് കാണാൻ കഴിയും. കുരിശിലേക്ക് പോകുമ്പോഴും മനുഷ്യന് പുതിയ മനുഷ്യത്വം നൽകുന്ന, പുതിയ ജീവിതം നൽകുന്ന, ആർദ്രതയുടെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്ന, കൃപയുടെ പുതിയ രൂപം നൽകുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹിക്കാനുള്ള മനസ്സും മുറിവേൽക്കുവാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ അനേകരെ അന്ധതയിൽ നിന്ന് വിശ്വാസത്തിലേക്കും, അന്ധതയിൽ നിന്ന് സൗഖ്യത്തിലേക്കും, അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്കും നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു സത്യം ഈ മരണവേദനയിലൂടെയും യേശു പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ കഷ്ടാനുഭവ ആഴ്ച കുരിശിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, കഷ്ടാനുഭവത്തിന്റെ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ, സ്നേഹവാനായ കൃപയുടെ സാന്നിധ്യം നൽകി, നമുക്ക് അർഹതപ്പെട്ടതിനധികമായി നൽകി നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും രുചിച്ചറിയുവാനും, അതിലൂടെ ക്രിസ്തുവിന്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഷ്ടാനുഭവ ആഴ്ചകൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പുതിയ ഭാവങ്ങൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.